കാണുന്ന ഇമാമുമാർ, ഈ കാണുന്ന പണ്ഡിതന്മാർ, ഇവരാരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരും പിൽക്കാലഘട്ടത്തിൽ വന്ന നിന്നെ പോലെ കുറച്ച് ആളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരുമാവുകയോ? സത്യം ഇദ്ദേഹം പറയുന്നത് പോലെ അല്ല. ഒരു ഇമാമു പോലും ഇന്ന് നടക്കുന്ന രീതിയിലുള്ള മൗലിദ് ആഘോഷത്തെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പഠനം ആ മേഖലയിൽ വേണ്ടതുപോലെ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാനും അയിമ്മത്തിൻ്റെ പേര് മാത്രം പറയാം. ആവശ്യമെങ്കിൽ അതിൻ്റെ തെളിവുകളും പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് അവർ എവിടെ ഏതു ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇമാം ഹാഫിൽ ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു, ഹാഫിൽ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, ഹാഫിലുൽ ഇറാഖി, ഹാഫിലുസ് സഹാബി, ഇമാം അബൂ ഷാമ, ഇമാം ഇബ്നു ഹജറിൻ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, അൽ ഇമാമുൽ അലിയുൽ ഖാരി, അൽ ഇമാം അൽ ഹാഫിൽ ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു തആല അൻഹു, അൽ ഇമാം അബി ഖത്താബ് ഇബ്നു ദിഹ്യ, അൽ ഇമാം അൽ ഹാഫിൽ ഇബ്നു കഥീർ ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി, അൽ ഇമാം ഇബ്നു ദൈബഇ ശൈബാനി, അൽ ഇമാം അൽ ഖതീബ് ശിർബീനി, അതുപോലെ തന്നെ അൽ ഇമാം ഇബ്നു ഖല്ലിഖാൻ, ഇബ്നു അബ്ബാദ്, الحافظ الشهاب القسطلاني، الشيخ ابن عابد الحنفي، ابن حاج المالكي، الإمام الشرواني، الإمام ابن قاسم، الإمام سيد البكري. തീർന്നില്ല. ഇനി ഇവരുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ്യ തന്നെ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ 297-ാമത്തെ സഫഹയിൽ കൃത്യമായി പറയുന്നുണ്ട്, അൽ ഇഹ്തിഫാലു ബിൽ മൗലിദിൻ നബവിയ്യി ശരീഫി മശ്റൂഉൻ എന്നിട്ട് പറയുന്നതായി കാണാം, ബൽ ഹുവ തഅബീറുൻ അനിൽ ഫറഹി ബിർറഹ്മത്തിൽ മുഹ്ദാത്ത് വഅൻ മഹബ്ബതിഹി അലൈഹിസ്സലാം വഫീഹി തഅദീമുൻ ലിശആഇരില്ലാഹി തആല വതസ്ബീതുൻ ലിഖുലൂബിൽ മുഅ്മിനീൻ. എത്ര കൃത്യമായി ഇത് അനാചാരമല്ലെന്ന് ഇബ്നു തൈമിയ്യ പോലും പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഇനിയും ചിന്താശേഷി നിങ്ങളുടേത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ അഇമ്മത്തുകളെല്ലാം ഖുർആനിനെയും സുന്നത്തിനെയും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണോ? അതോ ഈ കാണുന്ന സമൂഹം ഖുർആനും ഹദീസും വേണ്ടതുപോലെ അറിയാത്ത, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ളവർക്ക് മാത്രം പറയുന്ന അൽ ഹാഫിൽ, അവരെ മാത്രമാണ് നമ്മുടെ അയിമ്മത്തുകൾക്കിടയിൽ എത്ര അൽ ഹാഫിൽ എന്ന് നിങ്ങൾ കേട്ടു. ഇവർക്കൊന്നും വേണ്ടതുപോലെ ഖുർആനും സുന്നത്തിൽ നിന്നും മുത്തുനബിയുടെ മൗലിദ് മശ്റൂ ആണ്, അത് പ്രത്യേകമായ രൂപത്തിൽ നടത്തപ്പെടേണ്ട ബിദ്അത്തുൻ ഹസനയാണ് എന്നവർക്കൊക്കെ മനസ്സിലായി. അതേസമയം ഈ കൂട്ടർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടായിരിക്കാം? അള്ളാഹു നമുക്കേവർക്കും ഹിദായത്തിൻ്റെ പാത അള്ളാഹു ഒരുക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.